ഞാൻ ഇതുവരെ ലോങ് ഫോർമാറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടില്ല. ഓക്കെ, ഞാൻ സ്വന്തമായിട്ട്. അപ്പോൾ ദിസ് ഇസ് മൈ ഫസ്റ്റ് ടൈം, സോ ഐ റിയലി ഹോപ്പ് ദാറ്റ് ഐ ഹാവ് യു ഗൈസ് സപ്പോർട്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൈക്കോളജി എന്ന് പറയുന്ന സംഭവം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നും നമുക്കത് ഇംപ്രൂവ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അവിടെയും ഇവിടെയും ചോട്ട കാര്യങ്ങൾ എന്ത് ചെയ്യാമെന്നുള്ളതാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബേസിക് റിസ്പോൺസ് ഫോളോ ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കേസുകളാണ്. അതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ട്രേഡിങ്ങിൽ രണ്ട് തരം പ്രോബ്ലംസ് ആണ് ഉള്ളത്, അല്ലേ? ഒന്ന് ടെക്നിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസ്, വേർ യു ഡോണ്ട് ഹാവ് എ പ്രോപ്പർ സ്ട്രാറ്റജി, വേർ യു ഡോണ്ട് ഹാവ് എ പ്രോപ്പർ പ്ലാൻ, നിങ്ങളുടെ എക്സിറ്റ് എൻട്രി ക്രൈറ്റീരിയാസ് പ്രോപ്പർ അല്ല, നിങ്ങളുടെ എൻട്രി കണ്ടീഷൻസ് ഓക്കെ അല്ല, ഒരുപാട് ടെക്നിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഒരു ഭാഗത്തുണ്ടാവും. രണ്ടാമത്തെ പ്രശ്നമാണ് സൈക്കോളജി, അല്ലേ? ഇതിൽ ആദ്യം സൈക്കോളജി വേണോ ആദ്യം സ്ട്രാറ്റജി വേണോ എന്നുള്ള ചോദ്യം തന്നെ ആക്ച്വലി ബിഗ് ക്വസ്റ്റ്യൻ മാർക്കാണ്. കാരണം എന്താണ്, നമുക്കൊരു പ്രോപ്പർ സ്ട്രാറ്റജിയോ പ്ലാനോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സൈക്കോളജി ഇമ്പ്രൂവ് ആവാനുള്ള സാധ്യത കൂടും. നമ്മുടെ സൈക്കോളജി ഓൾറെഡി ഗുഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒരു നല്ല സ്ട്രാറ്റജിയിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യത കൂടും. കാരണം എന്താണ് നമ്മുടെ പ്രശ്നങ്ങൾ എന്ന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കും. ഇപ്പോൾ നിങ്ങളടുത്ത് പറഞ്ഞത് രണ്ട് വശങ്ങളാണെങ്കിൽ കൂടി ഞാൻ കൂടുതൽ ലീൻ ചെയ്യുന്നത് ആദ്യം സൈക്കോളജി ഡിസിപ്ലിൻ പാർട്ട് ഓക്കെ ആയി കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ശരിയാകുമെന്നുള്ളതാണ് എൻ്റെ ഒരു വ്യൂ. ഓക്കെ, സോ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന, നിങ്ങളുടെ സൈക്കോളജി ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങളുടെ ഇമോഷണൽ ട്രേഡിംഗ് ഒഴിവാക്കാൻ സഹായിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. എനിക്ക് ആക്ച്വലി ഒരു പ്രോപ്പർ ഡിസ്ക്ലെയിമർ തരാണ്ട് ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ്. ഈ വീഡിയോ കണ്ടതുകൊണ്ട് നിങ്ങൾ മാജിക്കലി സൈക്കോളജിക്കലി മെച്ചപ്പെടാനൊന്നും പോകുന്നില്ല. നിങ്ങൾക്ക് ആദ്യം ഒരു ആഗ്രഹം വേണം, കാര്യങ്ങളൊക്കെ ഒന്ന് ബെറ്റർ ആക്കണമെന്നും ഇനി ഇതിങ്ങനെ പോയാൽ ശരിയാവൂല എന്ന തോന്നൽ നിങ്ങൾക്ക് ആദ്യം ഉണ്ടാവണം. അതിന് വേണ്ടി തോന്നൽ മാത്രം പോരാ, പ്രയത്നിക്കാനും ഈ വീഡിയോ കാണുന്ന മൊമെന്റ് തൊട്ട് റെഡി ആവണം. എന്നാൽ മാത്രമാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്കറിയാം, ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സാണ്. അതേപോലെ മറ്റൊരു ബിസിനസ് ഉണ്ട്, മേ ബി ഹോട്ടൽ ബിസിനസ്. നിങ്ങളുടെ ഹോട്ടലിലെ നിങ്ങളുടെ സ്റ്റാഫുമാരെ, നിങ്ങളുടെ ഹോട്ടലിലെ നിങ്ങളുടെ യൂട്ടൻസിൽസ്, പ്ലേറ്റ്, ചെമ്പ്, അത് ഇതൊക്കെ നിങ്ങൾ സ്വയം അടിച്ച് പൊട്ടിക്കും. ഒരു ദിവസം കച്ചവടം നടന്നിട്ടില്ല എന്ന് വെച്ചിട്ട് ഇല്ല, നോർമലി ഒരാൾ ചെയ്യില്ല. ഇനി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങളിത് ചെയ്യാനുള്ള സാധ്യത എപ്പോഴാണെന്ന് അറിയാം, 4 ആൾ കാണുന്നില്ലെങ്കിലായിരിക്കും. ഇതാണ് ട്രേഡിങ്ങിൻ്റെ ഏറ്റവും വലിയ ശാപം. ട്രേഡിങ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നതെന്ന് ഒരു മനുഷ്യനും കാണാനില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് സർക്കസും കളിക്കും. ഇതിന് ഞാൻ പറയുന്ന പരിഹാരം നിങ്ങൾ ഡെയിലി ഒരാളെ ഇരുത്തിയിട്ട് വാച്ച് ചെയ്യിപ്പിക്കാനല്ല. നിങ്ങളുടെ അടുത്ത സുഹൃത്ത്, ഭാര്യ, ഭർത്താവ്, നിങ്ങളുടെ ബോയ് ഫ്രണ്ട്, ഗേൾ ഫ്രണ്ട്, നിങ്ങളുടെ ക്ലോസ് ആയിട്ട് ഫ്രണ്ട്സ്, നിങ്ങൾ ക്ലോസ് ആയിട്ടുള്ള ആരാണെങ്കിലും നിങ്ങൾ പറഞ്ഞ് ഏൽപ്പിക്കുക. ഇന്ന ദിവസം കഴിയുമ്പോൾ എല്ലാ ദിവസവും രാത്രി ഇങ്ങനെ ഒരു ട്രേഡേ ഉണ്ടാവാൻ പാടുള്ളൂ. ഇത് ഞാൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇന്ന കാര്യം ചെയ്തു തരാം. ഈ പറയുന്ന കാര്യം വളരെ സിമ്പിൾ കേസാണ്. നിങ്ങൾക്ക് ഡിസിപ്ലിൻ ഡെവലപ്പ് ചെയ്യാൻ നമ്പർ 1 പുഷ് ചെയ്യുന്ന കാര്യമാണ്. ഈ രണ്ടാമത് പറയാൻ പോകുന്ന കാര്യം ഇറ്റ്സ് നോട്ട് ഫോർ പ്രോ ട്രേഡേഴ്സ്. പ്രോ ട്രേഡേഴ്സ് ആരും ഇത് കാണില്ല എന്നറിയാം, ബട്ട് സ്റ്റിൽ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി പറയുന്നുള്ളൂ. അതായത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, നിങ്ങളുടെ ഫസ്റ്റ് ട്രേഡാണ് യുവർ ബെസ്റ്റ് ട്രേഡ്. അതായത് ഞാൻ പറയുന്നത് ചാടി കയറി എൻട്രി എടുക്കുന്ന ആൾക്കാരെ കുറിച്ചിട്ടല്ല കേട്ടോ. ഞാൻ പറയുന്നത് നമ്മളൊരു പക്ഷേ സമാധാനത്തിൽ അനാലിസിസ് ഒക്കെ നടത്തി ഒരു ട്രേഡ് എടുത്ത് SL ഇവിടെ വെക്കാം, TP ഇവിടെ വെക്കാം എന്നൊക്കെ തീരുമാനിച്ചിട്ട് നിങ്ങൾ ട്രേഡ് എടുക്കുമല്ലോ, അല്ലേ? പിന്നെ അത് ഫെയിൽ ആവുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നത്, എന്തെങ്കിലുമൊക്കെ സർക്കസ് കളിയാം, രണ്ടാമത് മൂന്നാമത് ട്രേഡൊക്കെ എടുക്കാം എന്ന് പറഞ്ഞ് പോകുന്നത്. സോ നിങ്ങളുടെ മോസ്റ്റ് സെൻസിബിൾ ലോജിക്കൽ ട്രേഡാണ് യുവർ ഫസ്റ്റ് ട്രേഡ്. നിങ്ങളുടെ മോസ്റ്റ് ലോജിക്കൽ സ്മാർട്ടസ്റ്റ് SL ആണ്, സ്റ്റോപ്പ് ലോസ് ആണ് നിങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തിട്ടുള്ള സ്റ്റോപ്പ് ലോസ്. ഇത് മാറ്റി കളിക്കാനും പാടില്ല, നിങ്ങൾ രണ്ടാമതൊരു ട്രേഡിലേക്ക് ചാടാനും പാടില്ല. ഫസ്റ്റ് ട്രേഡിൽ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ള മോസ്റ്റ് സെൻസിബിൾ ഡിസിഷൻസ് വെച്ചിട്ട് മുമ്പോട്ടേക്ക് പോവാം, ഇൻക്ലൂഡിങ് യുവർ SL ആൻഡ് TP വേണമെങ്കിൽ എന്തെങ്കിലും കളിച്ചോ, പക്ഷേ SL വെച്ചിട്ട് മാറ്റാനോ രണ്ടാമതോ മൂന്നാമതോ ഒരു ട്രേഡ് എടുക്കാനോ നിങ്ങൾ നിൽക്കരുത്. നിങ്ങൾക്ക് സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ വരുന്നതിന് മുമ്പ് ചില സൈൻസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്നറിയാം. ഞാൻ എൻ്റെ കേസിൽ, അത് ഓരോരുത്തർക്കും ഓരോ മാതിരിയാണ്. എൻ്റെ കേസിൽ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുതരാം. ഞാനൊരു ട്രേഡ് എടുക്കുന്ന സമയത്ത് ആ ട്രേഡ് ഞാൻ ട്രേഡ് എടുക്കുന്നത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസും ക്യാൻഡിൽ കൺഫർമേഷനും പിന്നെ അതിൻ്റെ ട്രെൻഡ് ലൈൻസും, ഈ 3 കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ട്രേഡ് എടുക്കുന്നത് വിചാരിച്ചോ. മേ ബി ഒരു ഇൻഡിക്കേറ്ററും ഉണ്ട് അതിൻ്റെ കൂടെ, RSI അത് ഇൻഡിക്കേറ്റർ അതിൻ്റെ കൂടെ ഉണ്ടെന്ന് വിചാരിക്കാം. ഇനി എനിക്ക് ഈ 4 കാര്യത്തിൻ്റെ അപ്പുറം വേറൊരു കാര്യം വേണ്ട, കാരണം ഇതാണല്ലോ എൻ്റെ പ്ലാൻ. പക്ഷേ ഞാൻ ചില സമയത്ത് ഞാൻ തന്നെ മുമ്പ് ചെയ്ത് കണ്ട് നോട്ടീസ് ചെയ്തിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
നമ്മുടെ സൈക്കോളജി ഒന്ന് തകരാറിലേക്ക് പോകുന്ന സമയത്താണ് നമ്മൾ അതുവരെ യൂസ് ചെയ്യാത്ത പല കാര്യങ്ങളും നമ്മൾ ട്രൈ ഔട്ട് ചെയ്യും ചാർട്ടിൽ. ഞാൻ എൻ്റെ കേസിനെ ശ്രദ്ധിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഫിബൊനാച്ചി ഒക്കെ വരക്കാൻ തുടങ്ങും ആ സമയത്ത്. ഫിബൊനാച്ചി ഞാൻ ഉപയോഗിക്കാത്തൊരു സാധനമാണത്. പക്ഷേ ആകെ നമ്മളാകെ സൈക്കോളജിക്കലി പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മളിങ്ങനെ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്ത് നോക്കും. ഫിബൊനാച്ചി വരച്ച് നോക്കും. ഇതുവരെ കാണാത്ത മറ്റേ ഇങ്ങനെ പൂക്കൾ വിടുന്ന പോലത്തെ ഒരു ഇൻഡിക്കേറ്ററൊക്കെ ഇല്ലേ, അതൊക്കെ ട്രൈ ഔട്ട് ചെയ്ത് നോക്കും. അപ്പോൾ നമ്മൾ നോർമലി ചിന്തിക്കാത്ത പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് നമ്മൾ നോട്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ മൊമെൻറ്റിൽ എക്സിറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഓർ ബോൾസ് നമുക്ക് ഉണ്ടാവണം. ആ ബോൾസ് ഇല്ലാത്തടത്തോളം കാലം നമ്മളെ കൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റില്ല. There will be times where your mind will tell you ഇത് വേണ്ടടാ, ഇത് നിർത്ത്. You must listen to it the moment you hear it. ഫൈനലായിട്ട് എനിക്ക് പേഴ്സണലി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് തോന്നുന്നൊരു പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. ട്രേഡിങ്ങിൽ മാജിക് തുടങ്ങുന്നതിന് മുമ്പ് ലൈഫിലെ മറ്റ് കാര്യങ്ങളിൽ മാജിക് തുടങ്ങിയിട്ടുണ്ടാവണം. എന്താണെന്നല്ല ചോദിക്കുന്നത്, ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളിങ്ങനെ രാത്രി മൊത്തം ഫോണിൽ സ്ക്രോൾ ചെയ്തിട്ട് ഒരു കാര്യമില്ലാതെ ഒരു ഉച്ചക്ക് 12 മണിക്ക് 1 മണിക്കൊക്കെയാണ് നമ്മൾ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ തോന്നിയ സമയത്തും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും ഒരു ചിട്ടയോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും, അതായത് ചുരുക്കി പറഞ്ഞൊരു കാര്യം പറഞ്ഞാൽ നമ്മുടെ ഉപ്പാക്കും ഉമ്മാക്കും അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഇഷ്ടപ്പെടാത്ത ചില സ്വഭാവങ്ങളൊക്കെ ഉണ്ടാവില്ല നമുക്ക്. ഓക്കെ, അത് മോസ്റ്റ്ലി വരുന്നത് ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും അല്ലേ. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഡ്രസ്സ് ഒരുപക്ഷെ ബെഡ്മേൽ അയച്ചിട്ടിട്ടുണ്ടാവും അല്ലേ, അല്ലെങ്കിൽ നമ്മൾ ഷൂട്ടിൽ ഭാഗത്ത് കയറുന്നത്, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ തോന്നിയ സമയത്ത് ഉറങ്ങി നിൽക്കുന്നത്, ഉറങ്ങാൻ താമസിക്കുന്നത്, രാത്രി കാലത്ത് പുറത്തു പോകുന്നത്, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും അല്ലേ. എല്ലാ കാര്യങ്ങളിലും ഡിസിപ്ലിനോട് കൂടി നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റണം. ഔട്ട്സൈഡ് ട്രേഡിങ് ബിഫോർ യു സീ എനി കൈൻഡ് ഓഫ് റിസൾട്ട്സ് ഇൻസൈഡ് ട്രേഡിങ്. ഇത് എനിക്ക് ഒരുപാട് ഉപകാരമുണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ബേസിക് കാര്യങ്ങൾ, സമയത്ത് ഭക്ഷണം കഴിക്കുക, സമയത്ത് ഉറങ്ങുക, സമയത്ത് എഴുന്നേൽക്കുക, ആർക്കും ഉപദ്രവം ഉണ്ടാക്കാതിരിക്കുക, നമ്മുടെ കാര്യങ്ങളൊക്കെ മാന്യമായ സമയത്ത് ചെയ്ത് മുമ്പോട്ടേക്ക് പോവാം. ഇതൊക്കെ ഒരു അച്ചടക്കത്തോടു കൂടി ഔട്ട്സൈഡ് ട്രേഡിങ് കാര്യങ്ങൾ പോകണം. ഓട്ടോമാറ്റിക്കലി ട്രേഡിങ്ങിലും നിങ്ങളൊരു മാറ്റം കണ്ടുപിടിക്കുക. സോ തൽക്കാലം ഞാൻ എൻ്റെ പ്രസംഗം ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, വളരെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകാൻ പറ്റിയിട്ടുള്ളൂ. ബട്ട് ഐ ഹോപ്പ് ദാറ്റ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ വളരെ പേഴ്സണലായിട്ട് വളരെ സീരിയസ് ആയിട്ട് ഏറ്റെടുക്കുമെന്ന് ഞാൻ കരുതുന്നു. ഓൾ റൈറ്റ്, സോ ഗൈസ്, ടേക്ക് കെയർ.